വന്യജീവി പ്രശ്നം പരിഹരിക്കാൻ കഴിയുന്നില്ല എങ്കിൽ സർക്കാർ രാജിവെച്ച് പുറത്തു പോകണമെന്ന് കത്തോലിക്ക സഭ. പാലക്കാട് മലമ്പുഴയിൽ ഉറങ്ങിക്കിടന്ന കുഞ്ഞുങ്ങൾക്ക് അരികിലാണ് പുലി എത്തിയത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കൃത്യനിർവഹണം നടത്തുന്നില്ല എന്നും കത്തോലിക്ക കോൺഗ്രസ് ഡയറക്ടർ ഫാദർ ഫിലിപ്പ് കവിയിൽ പറഞ്ഞു. സംസ്ഥാനത്ത് മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ അയവില്ലാതെ തുടരുന്ന സാഹചര്യത്തിലാണ് സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി കത്തോലിക്ക സഭ രംഗത്തെത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പാലക്കാട് മലമ്പുഴയിൽ 3 കുട്ടികൾ സ്വന്തം വീടിനുള്ളിൽ ഉറങ്ങിക്കിടക്കുമ്പോഴാണ് അവർക്കരികിലേക്ക് പുലിയെത്തിയത്. വന്യജീവി പ്രശ്നം പരിഹരിക്കാൻ കഴിയുന്നില്ല എങ്കിൽ സർക്കാർ രാജിവെച്ച് പുറത്തു പോകണമെന്ന് കത്തോലിക്ക കോൺഗ്രസ് ഡയറക്ടർ ഫാദർ ഫിലിപ്പ് കവിയിൽ പറഞ്ഞു. സ്വൈര്യമായി സുരക്ഷിതത്വ ബോധത്തോടെ ഈ കേരളത്തിൽ സഞ്ചരിക്കാൻ പറ്റാത്തൊരു സ്ഥിതി ഉണ്ടായിരിക്കുകയാണ്. ഇന്നലെ തന്നെ ഒരു വീട്ടിൽ, ഈ പാലക്കാട് പ്രദേശത്തടുത്തുള്ള ഒരു വീട്ടിൽ പുലി കയറി. മലമ്പുഴയിൽ 3 കുട്ടികളടക്കമുള്ള ആ കുടുംബത്തെ ഭീതിയിലാഴ്ത്തി. ഇതിനെതിരെ ഒരു ശാശ്വത പരിഹാരം സാധിക്കുന്നില്ലെങ്കിൽ ഈ ഗവൺമെന്റ് രാജിവെച്ച് പുറത്തു പോകട്ടെ, സാധിക്കുന്നവരെ കേട്ടട്ടെ. ഉദ്യോഗസ്ഥരുടെ അലംഭാവം ഉൾപ്പെടെ വന്യജീവി പ്രശ്നത്തിന് കാരണമാണ്. വന്യജീവി പ്രശ്നത്തിൽ ശാശ്വത പരിഹാരം വേണമെന്നും കത്തോലിക്ക സഭ ആവശ്യപ്പെട്ടു. ഇവിടുത്തെ ഉദ്യോഗസ്ഥ ലോബി അതിനെതിരെ പ്രവർത്തിക്കുകയാണ്. അവർ പണിയെടുക്കണം. ഗവൺമെന്റ് ശമ്പളം കൊടുക്കുന്ന വനപാലകര് പണിയെടുക്കണം. ഈ കാട്ടുമൃഗങ്ങളിൽ നിന്ന് ജനങ്ങൾക്ക് സംരക്ഷണം കൊടുക്കാൻ വേണ്ടിയാണ് അവർക്ക് ശമ്പളം കൊടുക്കുക. അത് പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് വന്യജീവി പ്രശ്നത്തിൽ അടിയന്തര നടപടി എടുക്കേണ്ടത് ഈ പൊതുസമൂഹത്തിന്റെ ആവശ്യം, കത്തോലിക്ക കോൺഗ്രസിന്റെ മാത്രം ആവശ്യമല്ല. ഞങ്ങളത് പൊതുസമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ഉയർത്തിക്കൊണ്ടുവരുന്നത്. സാധാരണ പൗരന്മാരുടെ ജീവന് ഭീഷണിയായ വന്യമൃഗങ്ങളെ വെടിവെച്ച് കൊല്ലുകയാണ് വേണ്ടത്. കേന്ദ്ര നിയമത്തിൽ അത് പറയുന്നുണ്ട്. സംസ്ഥാനം അത് കൃത്യമായി ഉപയോഗിക്കണമെന്നും ഫാദർ ഫിലിപ്പ് കവിയിൽ ചൂണ്ടിക്കാട്ടി. കൂടാതെ പാലക്കാട് രൂപതാധ്യക്ഷൻ മാർ പീറ്റർ കൊച്ചുപുരയ്ക്കലും സമാന വിഷയം ഉന്നയിച്ചു. ജനം, പാലക്കാട്.